ഇന്ന് ഇടങ്കയ്യന്മാരുടെ സുദിനമാണ്. ഒരാക്രമണത്തിൽ തൻ്റെ വലതുകൈ നഷ്ടപ്പെട്ട് ജീവിതം ഇടതുകൈ കൊണ്ട് കൈപ്പിടിയിലൊതുക്കിയ പ്രൊഫസർ ടി ജെ ജോസഫ് മാഷിനെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. മാഷിൻ്റെ ആ ഒരു ജീവിതകഥ പങ്കുവെക്കാൻ മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ വലങ്കൈ കൊണ്ടാണ് കൂടുതലും പ്രവൃത്തികൾ ചെയ്യുന്നത്, സാധാരണ ആളുകൾ. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതും എഴുതുന്നതും ഒക്കെ വലങ്കൈ കൊണ്ട് ആണ് നമ്മൾ ശീലിച്ചത്. അങ്ങനെ ചെറുപ്പത്തിൽ ശീലിക്കപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്, അങ്ങനെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. വേണമെങ്കിൽ ഇടത് കൈ കൊണ്ടും ഭക്ഷണം കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലങ്കയ്യന്മാരെ പോലെ തന്നെ ഇടങ്കയ്യന്മാർക്കും അത് ചെയ്യാവുന്നതാണ്, ആളുകൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ എൻ്റെ വലങ്കൈ ഭക്ഷണം കഴിക്കാനോ എഴുതാനോ പറ്റാത്ത വിധത്തിൽ അങ്ങനെ പരിക്ക് പറ്റിയപ്പോൾ ഞാനും ഇടത് കൈ കൊണ്ട് തന്നെ പിന്നെ എഴുതാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി. ഈ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇടത് കൈക്കും പരിക്കുണ്ട്. ഇടത് കൈയിലെ ഒരു 3 വിരലേ എനിക്ക് ശരിക്കും വശപ്പെടുന്നുള്ളൂ. പിന്നെ വലം കൈ കൊണ്ട് പണ്ട് എഴുതിയിരുന്നത് പോലെ തന്നെ ആ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഞാൻ എഴുതും. അറ്റുപോകാത്ത ഓർമ്മകൾ 432 പേജുള്ള വലിയ പുസ്തകം തന്നെയാണ്. അത് ഇടത് കൈ കൊണ്ട് ഞാൻ എഴുതി. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇടത് കൈ കൊണ്ട് സാമ്പാറൊക്കെ ഇട്ട് കുഴച്ചൊക്കെ ചോറുണ്ണുന്നത്, അത് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വല്ല സദ്യക്കൊക്കെ പോയിരുന്നാൽ നമ്മൾ പിന്നെ എല്ലാവരും വലത് കൈ കൊണ്ട് കഴിക്കുമ്പം അവരെ എൻ്റെ ഇടതുവശത്ത് ഞാൻ വലത് കൈമാരെ ഇരുത്തുകയില്ല. ഒന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു പിന്നെ ഡെസ്കിൻ്റെ അല്ലെങ്കിൽ ടേബിളിൻ്റെ അറ്റത്തേ ഇരിക്കുകയുള്ളൂ. കാരണം എൻ്റെ ഇടത് കൈയും അവരുടെ വലത് കൈയും കൂടെ ഈ ഭക്ഷണം കഴിക്കുമ്പം കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പറമ്പിൽ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട്, അത് ഇടത് കൈ കൊണ്ട് പറിച്ചിട്ട് പിന്നെ ഇനി ഒന്നാണ് മാറിച്ചാരണം. അതായത് വലതുവശത്ത് പറിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇങ്ങനെ കാർഷിക വൃത്തിയിലും ഒക്കെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ഡ്രൈവർ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ദീർഘദൂരം വേണമെങ്കിലും യാത്ര ഡ്രൈവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യാത്രയാണ്. അതിൽ പ്രതിസന്ധികൾ വരും. എനിക്കിപ്പോൾ ഇങ്ങനെ 10 വിരലും കൊണ്ടുണ്ടായിരുന്നു, 10 കൈവിരലുകൾ. ഇപ്പം എനിക്കൊരു 2.5-3 വിരലോ ശരിക്കും പ്രയോഗത്തിലുള്ളൂ. എന്നാലും നമ്മൾ ഈ പണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു മുറ തെറ്റിക്കുന്നില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് തത്രപ്പെടേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്. പിന്നെ ചിലത് അപരിഹാര്യമായിട്ടുള്ള ആപത്തുകൾ വരും. അതങ്ങനെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലും അങ്ങനെ പലതും നമ്മളിങ്ങനെ പരിഹരിച്ച് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ അപരിഹാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ അതിജീവിതത്തിൻ്റെ ഗതിയാണ് എന്നുള്ളൊരു തിരിച്ചറിവുള്ളതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും സങ്കടപ്പെടുന്നില്ല. പ്രൊഫസർ ടി ജെ ജോസഫ് മാഷ് ഒരു പ്രതീകമാണ്. അറ്റുപോകാത്ത ഓർമ്മകളുടെ മനക്കരുത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് പകരുന്നതിനുള്ള പ്രതീകം. ആൻ്റണി ഗ്രേറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.